ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഏതൊരു പി എസ് സി എക്സാമിന്, അതായത് സയൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉള്ള പി എസ് സി എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ചലനം അല്ലെങ്കിൽ ചലന നിയമങ്ങൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അല്ലേ, പലതരത്തിലുള്ള മോഷൻസ്, ചലനങ്ങളുണ്ട് അല്ലേ. പിന്നെ അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം അല്ലേ, അതേ അല്ലെങ്കിൽ ദോലനം അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് തരം ചലനമാണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ന്യൂട്ടൻ്റെ ഏത് തരം അല്ലെങ്കിൽ ഏത് ചലന നിയമത്തിൻ്റെ എക്സാമ്പിളാണ്, ആ രീതിയിലുള്ളതാണ് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം ഇന്ന് കൃത്യമായിട്ട് ഞാനത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചലനം എന്താണ്, അതേപോലെ അതുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ, ന്യൂട്ടൻ്റെ 1, 2, 3 ചലന നിയമങ്ങൾ, അതേപോലെ ത്വരണം, അതുമായി ബന്ധപ്പെട്ട ചെറിയ എക്സാമ്പിൾ, കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ആ വീഡിയോ കാണണം. കാരണം പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ അല്ലേ, ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. ഒന്ന് ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മാക്സിമം നല്ല നല്ല വീഡിയോസ്, അതായത് നല്ല നല്ല വീഡിയോസ് എന്ന് വെച്ചാൽ അടിപൊളി വീഡിയോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. പി എസ് സി ചോദിക്കുന്ന ഏരിയ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇനിയും അതേപോലെ തന്നെ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് സെലക്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ഡൈനാമിക്സ് എന്നാണ്. പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡൈനാമിക്സ്. അടുത്ത് നോക്കൂ, ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് എന്ത് സംഭവിക്കുന്നത്? ചലനം സംഭവിക്കുന്നത്. അപ്പം ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ചലനം സംഭവിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഡെസ്ക് പിടിച്ച് അങ്ങോട്ട് തള്ളുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തള്ളുന്ന ദിശയിലേക്കാണ് എന്ത് സംഭവിക്കുന്നത്? ചലനം സംഭവിക്കുന്നത്. അടുത്ത് നോക്കൂ, ചലനവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ്. ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പം ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ ഒരു ഫാക്റ്റ് പറഞ്ഞു. ഇനി ആ ഫാക്റ്റിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ കാരണം എന്താണ്? ചലനം ആപേക്ഷികമാണ്. ചലനം ആപേക്ഷികമാണ്. അടുത്ത് നോക്കൂ, ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണെന്ത്? നിശ്ചലാവസ്ഥ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണെന്ത്? നിശ്ചലാവസ്ഥ എന്ന് പറയും. അടുത്ത് നോക്കൂ, നിശ്ചലാവസ്ഥയിലുള്ള, അപ്പോൾ നിശ്ചലാവസ്ഥ എന്താ നോക്കിയില്ലേ? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണെന്ത്? സ്റ്റാറ്റിക്സ്. മറക്കണ്ട. അപ്പോൾ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതേപോലെ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണെന്ത്? സ്റ്റാറ്റിക്സ്. ഓക്കെ, അടുത്ത് നോക്കൂ, തുല്യ സമയത്തിൽ തുല്യ ദൂരം അല്ലേ, തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം അറിയപ്പെടുന്ന പേരാണെന്ത്? സമചലനം. അടുത്ത് നോക്കി, ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെ പറയുന്ന പേരാണെന്ത്? ക്രമാവർത്തന ചലനം. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് ക്രമാവർത്തന ചലനം. എക്സാമ്പിൾ നോക്കിയേ, ഭൂമിയുടെ ഭ്രമണം, അതേപോലെ ക്ലോക്കിൻ്റെ, പെൻഡുലത്തിൻ്റെ ചലനം ഒക്കെ ഏതിന് എക്സാമ്പിളാണ്? ക്രമാവർത്തന ചലനമാണ്. അതായത് ഒരു നിശ്ചിത സമയത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആവർത്തിച്ച് ആ ചലനം സംഭവിക്കുന്നത് അല്ലേ. അപ്പം ആ രീതിയിലുള്ള ചലനത്തിന് പറഞ്ഞ പേരാണത് ക്രമാവർത്തന ചലനം. അടുത്ത് നോക്കി, ചലനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്, അതുമായി റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ് ദോലനം എന്ന് പറയും. ഏതാണ്? ദോലനം. അപ്പോൾ ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദോലനം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുമ്പോട്ടും പിമ്പോട്ടുമുള്ള ചലനം അറിയപ്പെടുന്ന പേരാണ് ദോലനം. അപ്പോൾ ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുമ്പോട്ടും പിന്നിലോട്ടുമുള്ള ചലനം അറിയപ്പെടുന്ന പേരാണ് ദോലനം. ഓക്കെ, ദോലനത്തിന് എക്സാമ്പിൾ നോക്കിക്കേ, ക്ലോക്കിൻ്റെ, പെൻഡുലത്തിൻ്റെ ചലനം ദോലനത്തിന് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കൂ, മറ്റൊരു തര ചലനമാണ് എന്ത്? തരംഗ ചലനം അല്ലെങ്കിൽ വേവ് മോഷൻ എന്ന് പറയും. അപ്പോൾ നോക്കിയേ, മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിയാണേത്?
തരംഗ ചലനം എന്ന് പറയുക. അപ്പോൾ തരംഗ ചലനം എന്ന് പറയുന്നത് എന്താണ്? ഒരു വേവ് മോഡലിലാണ് എന്ത് ചെയ്യുന്നത്, അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിക്ക് പറഞ്ഞ പേരാണത് തരംഗ ചലനം. അപ്പം തരംഗ ചലനം രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയത്? അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും. അപ്പോൾ തരംഗ ചലനം രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണത്? അനുപ്രസ്ഥ തരംഗമുണ്ട്, അനുദൈർഘ്യ തരംഗമുണ്ട്. അനുപ്രസ്ഥ തരംഗത്തിൻ്റെ എക്സാമ്പിൾ ഏതാണ്? പ്രകാശം. അനുദൈർഘ്യ തരംഗത്തിന് എക്സാമ്പിൾ ശബ്ദം. ഓക്കെ. അപ്പം തരംഗ ചലനം ഒരു വീഡിയോ പിന്നീട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ജസ്റ്റ് ഇത്ര നോക്കുക. എന്താണ് തരംഗ ചലനം? രണ്ട് തരത്തിൽ. ഏതൊക്കെയാണ്? അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും. അപ്പോൾ അതിനൊരു ഒരു എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തതായി നമുക്ക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ നോക്കാം. ഐസക് ന്യൂട്ടൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നുമായി ബന്ധപ്പെട്ടാണ് ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം, അല്ലെങ്കിൽ പ്രകാശത്തിൽ 7 നിറങ്ങളുണ്ട്, അല്ലെങ്കിൽ അല്ലെ ഗുരുത്വാകർഷണ ബലം, ഇങ്ങനെ കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് ആര്? ഐസക് ന്യൂട്ടൻ എന്ന് പറയുക അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചലനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടെത്തിയ 3 നിയമങ്ങളാണ് അല്ലേ. അപ്പം ഇതാണ് ഒന്നാം ചലന നിയമം, ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്കാണ്. PSC മാറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരാം, പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം നോക്കിയേ, ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം എന്താണെന്ന് നോക്കിയേ. അതായത് അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരുന്നതാണ്. അപ്പം ഒന്നാമത്തെ ചലന നിയമം നോക്കി. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരുന്നതാണ്. ഇത് കാണാതെ പഠിക്കണം. ഇത് ഏത് ചലന നിയമമാണ്? എന്നിട്ട് ഓപ്ഷൻ 1, 2, 3 എന്നൊക്കെ തരും. അപ്പോൾ നമ്മൾ മറക്കരുത്. ഒന്നാമത്തെ എന്താണ്? ഒരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം. അപ്പോൾ ബാഹ്യബലം എന്ന രീതിയിൽ അല്ലെ, പുറമേ നിന്നുള്ളൊരു ശക്തി ഉപയോഗിക്കാത്ത ആ രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ ബാഹ്യബലം എന്ന രീതിയിലുള്ള കാര്യം എന്താണ്? ഒന്നാമത്തെയാണ്. അതേപോലെ നോക്കി, വസ്തുക്കളുടെ ജഡത്വം ഒന്നാം ചലന നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാവുന്ന പ്രതിഭാസമാണ്. അപ്പം വസ്തുക്കളുടെ ജഡത്വം എന്ന് പറയുന്നത് ഒന്നാമത്തെ ചലന നിയമം ഉപയോഗിച്ച് വിശദീകരിക്കുന്ന പ്രതിഭാസമാണ്. അപ്പം ജഡത്വവുമായി ബന്ധപ്പെട്ട ചലന നിയമം ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? 1. ഓക്കെ. അടുത്ത് നോക്കൂ, രണ്ടാമത്തെ ചലന നിയമം നോക്കി. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന അസന്തുലിത ബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം സംഭവിക്കുന്നത് ബലത്തിന്റെ ദിശയിലുമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ചലന നിയമം പഠിച്ചു വെക്കണം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന അസന്തുലിത ബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം സംഭവിക്കുന്നത് ബലത്തിന്റെ ദിശയിലുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ചലന നിയമം എന്ന് പറയുക. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F=ma അല്ലേ. F എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആണ്. M എന്ന് പറഞ്ഞാൽ മാസ്, A എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ. അപ്പം ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. F=ma എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതാണ്? രണ്ടാമത്തെ ചലന നിയമമാണ്. അപ്പോൾ ഒന്നാമത്തെ വേറെ രീതി എങ്ങനെ ചോദിക്കും? വസ്തുക്കളുടെ ജഡത്വം അല്ലേ, അതുമായി ബന്ധപ്പെട്ട ചലന നിയമം ഏതാണ്? 1. F=ma എന്ന് പറയുന്ന ഇക്വേഷൻ ഏതാണ്? രണ്ടാമത്തെ ചലന നിയമമാണ്. മൂന്നാമത്തെ നോക്കി, PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓരോ പ്രവർത്തനത്തിനും സമയവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്നതാണ് മൂന്നാമത്തെ ചലന നിയമം. അപ്പം എന്താണ് മൂന്നാമത്തെ ചലന നിയമം? ഓരോ പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം. അപ്പം സമമായിട്ടുള്ള അതിൽ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്നതാണ് ഇത് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കി, മൂന്നാമത്തെ ചലന നിയമത്തിന് കുറച്ച് എക്സാമ്പിൾ. റോക്കറ്റ് മേൽപോട്ട് കുതിക്കുന്നതും തോക്കിൽ നിന്ന് വെടി പൊട്ടിക്കുമ്പോൾ തോക്ക് പുറകോട്ട് അല്പം തെറിക്കുന്നതെല്ലാം അല്ലേ.
മൂന്നാമത്തെ ചലന നിയമത്തിന് എക്സാമ്പിളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ചിലപ്പോൾ ചോദിക്കും എന്താണ് റോക്കറ്റ് മുകളിലോട്ട് കുതിക്കുന്നത് ഏത് ചലന നിയമത്തിൻ്റെ എക്സാമ്പിളാണ്? ഏതാണ്? മൂന്നാമത്തെയാണ് അല്ലേ? അപ്പോൾ നോക്കൂ, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നേരത്തെ പറഞ്ഞിരുന്നു, F=ma എന്ന നിർവചനം ലഭിക്കുന്ന ചലന നിയമം ഏതാണ്? ഏതാണ്? രണ്ടാം ചലന നിയമം അല്ലേ? അടുത്ത് നോക്കൂ, പ്രവർത്തനം ഈസിക്കൽ ടു പ്രതിപ്രവർത്തനം എന്നത് എത്രാമത്തെയാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ഈക്വൽ റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് മൂന്നാമത്തെ ചലന നിയമമാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം ഏതാണ്? മൂന്നാം ചലന നിയമമാണ്. നാലാമത്തെ ചോദ്യം നോക്കി, വെള്ളത്തിൽ നീന്താൻ സാധിക്കുന്നത് ന്യൂട്ടന്റെ ഏത് ചലന നിയമപ്രകാരമാണ്? ഏതാണ്? മൂന്നാമത്തെ ചലന നിയമമാണ്. നമ്മൾ കൈയിട്ട് തുഴയുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? മുമ്പോട്ട് പോകും. ഈക്വൽ റിയാക്ഷനാണ് വരുന്നത് അല്ലേ? അപ്പം വെള്ളത്തിൽ നീന്താൻ സാധിക്കുന്ന ന്യൂട്ടന്റെ ഏതു ചലന നിയമപ്രകാരമാണ്? ഏതാണ്? മൂന്നാമത്തതാണ്. അടുത്ത് നോക്കിയേ, സർ ഐസക് ന്യൂട്ടൻ 1686 തൻ്റെ ഏത് പുസ്തകത്തിലാണ് ഈ ചലന നിയമം പ്രസിദ്ധീകരിച്ചത്? നോക്കി, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഫിലോസഫിയ നാച്ചുറലിസിസ് എന്ന പുസ്തകത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് കേട്ടോ. അപ്പോൾ 1686 ഐസക് ന്യൂട്ടൻ, അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരെന്താണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഫിലോസഫിയെ നാച്ചുറലിസിസ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ചലന നിയമങ്ങൾ രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചത്. മനസ്സിലായല്ലോ? അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്ക് PSC LP UP HSA അല്ലേ ഇതിനൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ കുറച്ച് റൈറ്റ് കൂടിയ രീതിയിലാണ് ചോദിക്കുന്നത്. സിമ്പിളായിട്ടൊന്നും ചോദിക്കത്തില്ല. അപ്പം ഒരു കണക്ക് രീതിയിലൊക്കെയാണ് ചോദിക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ നോക്കിയേ, 250 ന്യൂട്ടൺ ബലം ഒരു വസ്തുവിൽ പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ ആക്കം 125 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ബലം എത്ര സമയത്തേക്ക് പ്രയോഗിക്കപ്പെട്ടു എന്ന രീതിയിലേക്ക് ചോദ്യം ചോദിക്കും. അതേപോലെ മറ്റൊരു ചോദ്യം നോക്കിയേ, ഒരു റോക്കറ്റ് 5 കിലോഗ്രാം വാതകങ്ങൾ സെക്കൻഡിൽ 400 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ പുറപ്പെടുന്നു അല്ലേ? റോക്കറ്റിൽ പ്രയോഗിച്ച ബലം എത്രയാണ്? ആ രീതിയിലാണ് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പം നോക്കിയേ, അപ്പം ഈ രീതിയിൽ ചോദ്യം വന്നാൽ എങ്ങനെയാണ് ചെയ്യുക എന്നത് അടുത്തൊരു ചെറിയ വീഡിയോയിൽ നമുക്ക് ഒന്ന് പഠിക്കാം. ചെറിയ സിമ്പിളായിട്ടിരിക്കുകയാണ്. ഇക്വേഷൻ എന്ന് പഠിച്ചത് അപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യും? കിട്ടും. അപ്പം ചലന നിയമങ്ങൾ, ചലനവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല, ബേസിക് ആയിട്ടാണ് പറഞ്ഞു തന്നത്. അതേപോലെ ഏതെല്ലാമാണ് ചലന നിയമങ്ങൾ 1, 2, 3 അതെന്താണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ PSC കുറേ കാലം പഠിച്ചവർക്ക് ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. ആദ്യമായിട്ട് നോക്കുന്നവർക്കാണ് പറഞ്ഞു തന്നത് എന്താണ് ചലനം, എന്താണ് പിന്നെ ത്വരണം, അതേപോലെ ചലന നിയമങ്ങൾ ആരാണ് ആവിഷ്കരിച്ചത്, പിന്നെ ഒരു കാര്യം തന്നിട്ട് അത് ഏത് ചലന നിയമത്തിൽ പെടുന്നു, അല്ലെങ്കിൽ 1, 2, 3 ചലന നിയമങ്ങൾ എന്താണ്, അത്രയുമാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പം PSC കുറേ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ വളരെ സിമ്പിളാണ്. അവർക്ക് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ് ഉപകാരപ്പെടുമെന്ന് പ്രതിയുന്നു. കുറച്ച് കണക്കുകളൊക്കെ ചെയ്യുക. താഴെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ കുറച്ച് കണക്കുകൾ അല്ലേ? ആ രീതിയിലുള്ള കുറച്ച് കണക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.